Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കരിമീൻ പൊള്ളിച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ്. പൊള്ളിച്ചത് പല തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ കരിമീൻ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കരിമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കരിമീൻ എടുത്തിട്ടുണ്ട്. മീൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 സവോള എടുത്താൽ മതിയാകും. സവോള നല്ല നീളത്തിൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. കൂടെ തന്നെ 2 ചെറിയ തക്കാളി വേണം. തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ നടുവേ കീറിയതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി വേണം. കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതിയാകും. തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. പുളിക്കായിട്ട് ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. 2 കുടംപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടിനി 4 കൊച്ചുള്ളിയും കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും വേണം. നമുക്കാദ്യം സവോളയിൽ കുറച്ച് ഉപ്പ് തിരുമ്മി വെക്കാം. സവോള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കാനുള്ളതാണ്. ബിരിയാണിക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ അത്രയും ക്രിസ്പി ആവണ്ട, എങ്കിൽ പോലും നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വറുത്തെടുക്കാനായിട്ട് സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം തിരുമ്മി വയ്ക്കാം. ഇനി കരിമീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുടംപുളി എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പുളിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 കൊച്ചുള്ളി കൂടി ചേർക്കുന്നുണ്ട്. കൊച്ചുള്ളി ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. കൊച്ചുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ കഷ്ണം സവോള ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കരിമീൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ സമയത്ത് മസാലയിൽ ആവശ്യത്തിന് എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മീനിലോട്ട് മസാല നല്ലതുപോലെ പുരട്ടി വെക്കണം. മീനിൻ്റെ അകത്തും പുറത്തും ഇതുപോലെ മസാല നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മീനിൽ നല്ലതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനിനി ഇത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല. മാരിനേഷൻ മീനിലോട്ട് നല്ലോണം പിടിക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കണം. ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി സവോള വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. സവോളയിൽ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം സവോള വറക്കാനായിട്ട്. ഇനി ഇത് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഇവിടെ സവോളയൊക്കെ നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതേ എണ്ണയിൽ ഞാൻ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വറുത്തെടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. അപ്പോൾ ഇവിടെ പച്ചമുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കണം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം. സവോളയും കറിവേപ്പിലയൊക്കെ വറുത്ത എണ്ണ തന്നെയാണ് ഞാനിവിടെ മീൻ വറുക്കാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി കരിമീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മീൻ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ പകുതി സവോള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിനി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് അരച്ചെടുക്കാനായിട്ട്. വീണ്ടും നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം. ഇതിലോട്ട് മീൻ വറുത്ത എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഫ്രഷ് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻ്റെയും മുളക് പൊടിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവോള ഓൾറെഡി വറുത്ത സവോളയാണ്, അതുകൊണ്ട് ഒത്തിരി സമയം എടുക്കില്ല. മുളക് പൊടിയുടെ പച്ചപ്പൊന്ന് മാറി വന്നാൽ മതി. സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി, മുളക് പൊടി കരിഞ്ഞു പോകരുത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ പച്ചപ്പൊന്ന് മാറിയാൽ മതി, പെട്ടെന്ന് തന്നെ ആവും. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം കുറുക്കിയെടുക്കണം. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുടംപുളി ഇട്ട് വെച്ച വെള്ളം ചേർക്കുന്നുണ്ട്. പുളിയുടെ അളവൊക്കെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം കുറുകി വരണം. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് ഇത് മീനിലോട്ട് പിടിക്കുകയുള്ളൂ. റണ്ണിങ് കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇത് മീനിൽ പിടിച്ചിരിക്കില്ല, ഒഴുകിപ്പോവും. അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ നല്ലോണം കുറുകിയിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ ഇതുപോലെ നല്ല കുറുകിയൊരു ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാനായിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് വാഴയിലയിലോട്ട് മാറ്റാം. വാഴയില നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം തക്കാളി വെച്ച് കൊടുക്കാം. താല്പര്യം അനുസരിച്ചിട്ട് തക്കാളിയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം. ഇതിലോട്ട് ഇനി വറുത്ത സവാള വയ്ക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ഗ്രേവി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മീനിലോട്ട് ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യണം, അതുകൊണ്ട് ആവശ്യത്തിന് ചേർക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വയ്ക്കാം. മീനിൻ്റെ മുകളിലോട്ട് തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയിലോട്ട് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില,
ഏറ്റവും മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിനി ഇത് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കരിമീൻ പൊള്ളിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത മീനും ഇതുപോലെ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിക്കാനായിട്ട് റെഡിയാക്കി എടുക്കാം. രണ്ട് കരിമീനും പൊള്ളിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കരിമീൻ പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുക്കാനായിട്ട് എപ്പോഴും മൺചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നല്ലത്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വാഴയിലയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. ഇല കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കരിമീൻ നല്ല സോഫ്റ്റായിട്ട് മോയിസ്റ്റായിട്ട് ഉണ്ടാവും. ഒട്ടും തന്നെ ഡ്രൈ ആയി പോവില്ല. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട്. ആകെ ഒരു 10-15 മിനിറ്റ് മതിയാകും രണ്ട് വശവും പൊള്ളിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനും പൊള്ളിച്ചെടുക്കാം. കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. പക്ഷേ നിങ്ങളിത് ഒരു പ്രാവശ്യം ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മെയിനായിട്ട് കരിമീൻ്റെയും കുടംപുളിയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ്. പിന്നെ പറയാനുള്ളത് ഇതെൻ്റെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞങ്ങളുടെ സ്വന്തം ഗീയും അങ്കിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗീ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. Till then, take care and thanks for watching Recipes Recooked.